ഒരു മോഡൽ ഫോട്ടോ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നത് കണ്ടാലോ. അതിന് വേണ്ടിയിട്ട് പിക്സാർട്ട് ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അതിലെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിലെ വൈറ്റ് കളർ സെലക്ട് ആക്കുക. എന്നിട്ട് ഫിറ്റ് എന്ന ഓപ്ഷനിൽ പോയിട്ട് പോർട്രേറ്റ് ഓപ്ഷനോ സ്റ്റോറി ഓപ്ഷനോ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ആഡ് ഫോട്ടോ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണ്ടുന്ന ഫോട്ടോ സെലക്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് അത് കട്ടൗട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിനെ ഒന്ന് സൂം ചെയ്ത് വലുതാക്കി വെക്കുക. എന്നിട്ട് എഫക്ട്സ് ഓപ്ഷനിലോട്ട് പോയിട്ട് BW ഓപ്ഷനിലെ ഫസ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്തിട്ട് G എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിന്റെ ഒപ്പാസിറ്റി ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് ആഡ് ഫോട്ടോ ഓപ്ഷനിൽ പോയിട്ട് ഈ സെയിം ഫോട്ടോ തന്നെ സെലക്ട് ആക്കി കൊടുക്കുക. എന്നിട്ട് അതിനെ നമ്മൾ കട്ടൗട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിൽ ഒന്ന് വെച്ചെടുക്കുക. എന്നിട്ട് സ്റ്റിക്കർ ഓപ്ഷനിലോട്ട് പോയിട്ട് ലൈറ്റ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അതിൽ ഈ ഒരു സ്റ്റിക്കർ ഒന്ന് ആഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് ബ്ലെൻഡ് ഓപ്ഷനിലോട്ട് പോയിട്ട് സ്ക്രീൻ എന്ന ഓപ്ഷൻ സെലക്ട് ആക്കുക. എന്നിട്ട് വ്യൂ എഡ്ജിൽ പോയിട്ട് രണ്ടാമത് കട്ടൗട്ട് ചെയ്ത ഫോട്ടോയുടെ താഴെയായിട്ട് കൊണ്ടുവെക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ഇത്തിരി സൂം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിനെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതല്ല നിങ്ങൾക്ക് വേറെ ഫോൺസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഫോൺസ് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് ഡാഫോണ്ട് എന്ന് സെർച്ച് ചെയ്യാവുന്നതാണ്. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൺ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. എന്നിട്ട് ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ അതിലേക്ക് ആഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് ആഡ് ടെക്സ്റ്റിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താണോ ടെക്സ്റ്റ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കളർ ഓപ്ഷനിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ആക്കാവുന്നതാണ്. നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തെടുത്ത ഫോണ്ട് ഇതിൽ എങ്ങനെ ആഡ് ആക്കേണ്ടതെന്ന് വെച്ചാൽ ഫോണ്ട് ഓപ്ഷനിൽ തന്നെ മൈ ഫോൺസ് എന്ന ഓപ്ഷൻ കാണും. അതിലെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത സിപ്പ് ഫയൽ ആഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഡൺ കൊടുക്കുക. അത് മൈ ഫോൺസ് എന്ന ഓപ്ഷനിൽ വന്നിട്ടുണ്ടാവും. ആ ഫോണ്ട് നമുക്ക് ഓരോ ടെക്സ്റ്റിൽ ആഡ് ആക്കി കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അത് സേവ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവരും ഇഷ്ടമായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.